അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ LGSന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് കുറച്ച് ജില്ലകളുടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് വന്ന എല്ലാവരും തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഞാൻ മെയിൻ ലിസ്റ്റിലാണോ അതോ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണോ ഉൾപ്പെടാൻ സാധ്യത, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ കൂട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് അയച്ചത് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക് തന്നെയാണ്. പക്ഷേ അത് മെയിൻ ലിസ്റ്റാണോ സപ്ലിമെൻ്ററി ലിസ്റ്റാണോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പല ജില്ലകളിലും വെരിഫൈഡ് ഗ്രൂപ്പുകളിൽ നിശ്ചിത മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓപ്പൺ കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥി അയാൾക്ക് വന്ന മെസ്സേജ്, അയാളുടെ മാർക്ക്, ആ ഒരു മാർക്ക് ലാസ്റ്റ് വന്ന ഓപ്പൺ കാറ്റഗറിക്കാരൻ്റെ മാർക്കായിരിക്കും ഏകദേശം നമ്മളൊരു കട്ട് ഓഫ് എന്ന് പറയാം. കാരണം ഈ വെരിഫൈഡ് ഗ്രൂപ്പിന് പുറത്തുള്ള ആളുകൾ ഉണ്ടാവും. ചിലപ്പം വെരിഫൈഡ് ഗ്രൂപ്പിൽ വന്ന ലാസ്റ്റ് ഓപ്പൺ കാറ്റഗറിക്കാരൻ്റെ മാർക്ക് ആയിരിക്കില്ല പുറത്ത് നിൽക്കുന്ന ഒരു ഓപ്പൺ കാറ്റഗറിക്കാരൻ്റെ മാർക്ക്. ഇപ്പം കോഴിക്കോട് ജില്ലയുടെ കാര്യം എടുക്കുമ്പോൾ 74 മാർക്ക് കിട്ടിയ ഓപ്പൺ കാറ്റഗറിക്കാരനാണ് ലാസ്റ്റ് മെസ്സേജ് വന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ചിലപ്പോൾ 74 ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു 73 അല്ലെങ്കിൽ 72.67 മാർക്കുള്ള ഓപ്പൺ കാറ്റഗറിക്കാരൻ ചിലപ്പോൾ പുറത്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെരിഫൈഡ് ഗ്രൂപ്പിൽ 74 OCക്ക് വന്നതെന്നാണ് പറയുന്നത്. കാരണം ആ ഗ്രൂപ്പിൽ ബാക്കി 72 കിട്ടിയ OCക്കാരൻ ഇല്ല, ഓപ്പൺ കാറ്റഗറിക്കാരൻ ഇല്ല. 73 കിട്ടിയ ഓപ്പൺ കാറ്റഗറിക്കാരനോ അതിലില്ല. അതിലാകെയുള്ളത് ഓപ്പൺ കാറ്റഗറി 70 മാർക്കും 71 മാർക്കുമുള്ള ഓപ്പൺ കാറ്റഗറിക്കാരാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് മെസ്സേജ് ഇട്ട് വന്നിട്ടില്ല. അപ്പോൾ വന്ന ആളുകൾ 74 ഓപ്പൺ കാറ്റഗറി ആണോ, അതാണ് കോഴിക്കോട് 74 കട്ട് ഓഫ് ആയിട്ട് ആളുകൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 72നും 74നും ഇടയ്ക്കുള്ള ആൾ ആ ഗ്രൂപ്പിലില്ല. പുറത്തുണ്ടെങ്കിൽ ചിലർ കമൻ്റ് ഇടുന്നുണ്ട് വേറെ യൂട്യൂബ് ചാനലിലൊക്കെ 72 ഓപ്പൺ കാറ്റഗറി വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 72നും 74നും ഇടയ്ക്ക് വരാനുള്ള സാധ്യതയും കോഴിക്കോടിൻ്റെ കാര്യത്തിൽ ഉള്ളതാണ്. അത് കഴിഞ്ഞ് എറണാകുളം ജില്ലയിൽ 68 മാർക്കുള്ള ഓപ്പൺ കാറ്റഗറിക്കാരൻ വന്നിട്ടാണ് പറയുന്നത്. പക്ഷെ ആ ഒരു ജില്ലയിൽ എടുത്ത് നോക്കുമ്പോൾ അവിടെ 68 ഉള്ളതും 67 ഉള്ള ആൾക്ക് ഓപ്പണിൽ വന്നിക്കില്ല. ഒരുപാട് ആളുകൾ 67 ഉണ്ടെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ഏകദേശം 68 തന്നെയായിരിക്കും ആ ഒരു ജില്ലയിൽ കട്ട് ഓഫ്. പിന്നെ ഈ ഉദ്യോഗാർത്ഥികൾ കൂട്ടിവെച്ച മാർക്കിലും വളരെയധികം തെറ്റുകളുണ്ടാവും. ഒന്നിക്കൽ ഈ 74 പറഞ്ഞ ആൾക്ക് ചിലപ്പോൾ 75 ഉണ്ടാവും, അല്ലെങ്കിൽ 74 കൂട്ടിവെച്ച ആൾക്ക് ചിലപ്പോൾ 73 ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ ഈ പരീക്ഷ ക്ലാസ്സിൽ നിന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും കുറേ അധികം തെറ്റിപ്പോകാനുള്ള സാധ്യതയുള്ള ഒരു സംഭവമാണ്. കാരണം മാനസിക സമ്മർദ്ദം അത്രയും അനുഭവിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ എക്സാം എഴുതുന്നത്. അതിനിടയ്ക്ക് നമ്മൾ B കറപ്പിക്കണം എന്ന് പറഞ്ഞ് D കറപ്പിച്ചവരുണ്ടാവും, D കറപ്പിക്കാൻ പോയി B കറപ്പിച്ചവരുണ്ടാവും. നമ്മൾ ഈ ഒരു എക്സാം എഴുതുന്നതുകൊണ്ടാണ് നമുക്കിത് പറയാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് തെറ്റുകൾ നമുക്ക് അവിടെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൂട്ടിവെച്ച മാർക്ക് കറക്റ്റ് ആയിരിക്കണമെന്നുള്ളത് ഒരു കാരണവശാലും നിർബന്ധമല്ല. പിന്നെ ഉള്ളത് ഈ പറയുന്ന EWC കാറ്റഗറിയുടെ കാര്യമാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ചില ആളുകൾക്ക് EWC കാറ്റഗറി മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ആളുകൾക്ക് ഈ പറയുന്ന 70 മാർക്കുള്ള EWCന് വന്നിട്ടുണ്ട് കോഴിക്കോട്. അതുപോലെ തന്നെ എറണാകുളത്ത് 62, 63 ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ചില ഉദ്യോഗാർത്ഥികൾക്ക് EWC ഉണ്ടാവില്ല. അവർ OC കാറ്റഗറിയിൽ തന്നെയാണ് അവരെ പരിഗണിക്കുക. പക്ഷേ കട്ട് ഓഫിൻ്റെ മേലെ കടന്നാൽ മാത്രമേ അവർ ഓപ്പൺ കാറ്റഗറിയിൽ പരിഗണിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അവർ ലിസ്റ്റിൽ നിന്ന് സപ്ലിമെൻ്ററിയിൽ ഉൾപ്പെടാനുള്ള യോഗ്യതയില്ലാത്ത ആളുകളാണ്. പിന്നെ ഇത്രയും താഴെ മാർക്കിന് EWCന് മെസ്സേജ് വരാൻ കാരണം, കട്ട് ഓഫിനെക്കാട്ടും നല്ല ഡിഫറൻസിലുള്ള ആളുകൾക്ക് മെസ്സേജ് വരുന്നുണ്ട് പല ജില്ലകളിലും. അതിന് കാരണം ഇതുകൊണ്ടാണ്. എല്ലാ ഓപ്പൺ കാറ്റഗറിക്കാർക്കും EWC കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ നിശ്ചിത യോഗ്യതയുള്ളവർക്ക് മാത്രമാണ് ഈ EWC കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നേരം ഈ EWCന് ബൾക്കായിട്ട് കുറച്ച് അധികം ആൾക്കാർക്ക് അയക്കും. എന്നാൽ മാത്രമേ കുറച്ച് ആൾക്കാരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റൂ. കുറച്ച് ആൾക്കാരെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമല്ലോ. ഇപ്പോൾ ഒരു 10 ആൾ ഉൾപ്പെടുത്തണമെങ്കിൽ ചിലപ്പോൾ ഒരു 50 ആൾക്ക് EWC വെച്ചവർക്ക് അയക്കും. കാരണം 10 ആളെടുത്താൽ ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഓപ്പൺ കാറ്റഗറിക്കാരും പല ആളുകളും EWC വെച്ചിട്ടുണ്ട് അന്നത്തെ നിയമത്തിൻ്റെ ഇതുകൊണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് കിട്ടാത്തതുണ്ട്. പക്ഷേ വേറെ കാറ്റഗറിക്കാരത് 50 ആൾക്ക് അയക്കുന്നുവെങ്കിൽ 50 ആൾക്കേ ഉള്ളൂ. ഇനി വേറൊരു ആൾക്കാരെ അയക്കേണ്ട ആവശ്യമില്ല. കാരണം അത് കാസ്റ്റിൻ്റെ ബേസിലാണ് റിസർവേഷൻ വരുന്നത്. ഇത് സാമ്പത്തിക സംവരണമാണ്. കാരണം ഓരോ ഇയറിലെ നമ്മുടെ സമ്പത്തിൻ്റെയും ഒക്കെ കാര്യം വെച്ചിട്ടാണ് EWC കൊടുക്കുന്നത്. അതുകൊണ്ട് അത് മാറിയും മറിഞ്ഞെല്ലാം വരാം. പക്ഷേ കാസ്റ്റ് റിസർവേഷൻ ആവുന്നവരെ എപ്പോഴും ആ കാശിൽപ്പെട്ട ആൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ അതിൽ മാറ്റമില്ല. അപ്പോൾ EWC വെച്ച ആൾക്കാർക്ക് താഴോട്ട് മെസ്സേജ് വരാനുള്ള കാരണം ഇതാണ്. അപ്പോൾ എന്തായാലും ഈ ഓപ്പൺ കാറ്റഗറിക്കാരൻ്റെ മാർക്കിന് താഴെ വന്ന ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ടും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ തന്നെയാണ് ഉൾപ്പെടാനുള്ള സാധ്യതയുള്ളത്. പക്ഷേ ഒരു കാര്യം നോക്കേണ്ടത്, ഈ ഓപ്പൺ കാറ്റഗറിക്കാർ പറഞ്ഞ ഉദ്യോഗാർത്ഥിക്ക് 74 ഉണ്ട്, 68 ഉണ്ട് എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിക്ക് ചിലപ്പോൾ അത് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ചിലപ്പോൾ അയാൾക്ക് 72 ആയിരിക്കും, അല്ലെങ്കിൽ 73 ആയിരിക്കും കിട്ടിയ മാർക്ക്. പക്ഷേ അയാൾ കൂട്ടിവെച്ച മാർക്ക് 74 ഈ പറയുന്ന ഗ്രൂപ്പ് പറയുന്നത്. അങ്ങനെയും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നലെ LDC
തിരുവനന്തപുരത്തിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും പറഞ്ഞത് 72.33 ഓപ്പൺ കാറ്റഗറിക്കാർക്ക് വന്നിക്കുന്നതാണ് യൂട്യൂബിലൊക്കെ പറഞ്ഞത്. പക്ഷേ നമ്മുടെ വെരിഫൈഡ് ഗ്രൂപ്പ് പറഞ്ഞത് 72.67 എന്ന് തന്നെയാണ് കറക്റ്റ് പറഞ്ഞത്. അത് വളരെ കറക്റ്റായിരുന്നു. അതുപോലെ തന്നെയാണ് കട്ട് ഓഫ് വന്നത്. അങ്ങനെയും വരാം. നിങ്ങൾ പറയുന്ന വെരിഫൈഡ് ഗ്രൂപ്പ് പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ടും വരാം, ചിലപ്പോൾ അതിൽ തെറ്റും വരാം. ഈ കൂട്ടിവെക്കുന്ന മാർക്കാണല്ലോ നമ്മൾ കൂട്ടിവെക്കുന്നതും എക്സാം ഹാളിൽ നിന്ന് നമ്മൾ ചെയ്തതും തമ്മിൽ ചെറിയ തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ വീഡിയോ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.